ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു പാസിംഗ് വേ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു വഴി ഉള്ളതാണ് കണ്ടോ. ഇനി അടുത്തൊരു മഴ കൂടെ പെയ്യുമ്പോഴത്തേക്കും ഇത് ഫുള്ളാവും. ഇത് ഫുള്ളാവുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു റിഫ എന്ന് പറയുന്ന ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ. ഈ മെയിൻ റോഡിൽ ഈ ഒരു ഏരിയ കുറച്ച് താന്ന ഏരിയയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും. അപ്പോൾ അങ്ങനെ ഇത് വെള്ളം കെട്ടി കിടക്കുകയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ബസ്സെല്ലാം പോകുന്നുണ്ട്. ആ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുക കണ്ടോ. വണ്ടികളെല്ലാം പോകുന്നുണ്ട് എങ്കിലും വെള്ളമാണ് കേട്ടോ. അത് ആ ഒരു മതിലുണ്ട്, ആ മതിലിൻ്റെയൊക്കെ ആ ഒരു ലെവലിലേക്ക് വെള്ളം വന്ന് കെട്ടിക്കിടക്കുകയാണ് കേട്ടോ. ഇത് ഈ വണ്ടികൾ പോകണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വെള്ളമുണ്ടെന്ന്. ഈ സൈഡിൽ കണ്ടോ, ഇവിടെ കാണിച്ചേക്കുന്ന ഈ പോർഷനിലൊക്കെ വെള്ളം കൂടുതലാണ്, കുറച്ച് സ്ലോപ്പ് കൂടുതലാണ്. അതുകൊണ്ടാണ് അവരവിടെ സൈൻ ബോർഡൊക്കെ വെച്ചേക്കുന്നത് കണ്ടല്ലോ, ഡിവൈഡറൊക്കെ വെച്ചിട്ട്. അതായത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നലെ നൈറ്റ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല മഴ പെയ്തു, അതിൻ്റെ വെള്ളമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ ലെവൽ വരെ വെള്ളം കയറിയിരുന്നു കണ്ടോ. ഈ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരെ വെള്ളം അടിച്ച് കയറി വന്നതാണ്. നൈറ്റ് വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളം ഇപ്പോൾ കുറഞ്ഞതുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അതേപോലെ നല്ല മഴ പെയ്തു, അതേപോലെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ ഒരു കൊല്ലത്ത് നല്ല ഫ്ലഡൊക്കെ ഉണ്ടായിരുന്ന ടൈമുണ്ട് കേട്ടോ. ആ ടൈമിൽ ഈ ഒരു പോർഷൻ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. ഈ ഏരിയയിൽ മൊത്തം വെള്ളം കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടം വരെ വെള്ളമായിരുന്നു. അതായത് ആ കാണുന്ന മതിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാഫോളം വെള്ളം കയറിയിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷേ അത്രയ്ക്കുള്ള മഴ ഇന്നലെ പെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആ ഒരു ടൈം പോലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷേ അത്രയ്ക്ക് കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ഇതെന്നൊക്കെ ഒരു കുഴിയാണ്, ഇവിടെ ഒന്നും വെള്ളം പോകാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ പൊന്തി വരും. പക്ഷേ ഇത്തവണ അതിനുള്ള മഴ പെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല, അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല, ചെറിയ വെള്ളമുള്ളൂ കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് നോക്കി നിന്നതാണ്. കാരണം ആ റോഡിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു പാസിംഗ് വേ ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു വഴി ഉള്ളതാണ്. പക്ഷേ ഈ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിൽ വെള്ളം കയറിയേക്കായിരുന്നു ഒരു തവണ. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്, അതിന് മാത്രമുള്ള മഴയൊന്നും ഇത്തവണ ഇല്ല കണ്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഗ്രില്ലുകളാണ് കണ്ടോ. ഈ ഗ്രില്ല് ഇതുണ്ട്, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ടാങ്കുകളാണ്. ഈ ടാങ്കുകളിലേക്കാണ് ഈ വരുന്ന റോഡിലെ വെള്ളമെല്ലാം പോയി വീഴുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് അത് നിറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്തൊരു മഴ കൂടെ പെയ്യുമ്പോഴത്തേക്കും ഇത് ഫുള്ളാവും. ഇത് ഫുള്ളാകുമ്പോൾ ഇത് ഓവർഫ്ലോ ആവുന്ന വെള്ളമാണ് ഈ റോഡുകളിലേക്ക് കയറി വരുന്നത്. അതാണ് ഇതിൻ്റെ എല്ലായിടത്തും ഉണ്ട്, ഇങ്ങനെ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട് റോഡ് സൈഡിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിനായിട്ട്. അപ്പോൾ ഈ ടാങ്ക്, ഇതിൻ്റെ അടിയിലുള്ള ടാങ്ക് നിറയുമ്പോഴാണ് ഓവർഫ്ലോ ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നത്. അതിൽ നിന്ന് വെള്ളം പാസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ടാങ്കറുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ട്, അതായത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് റോഡുകളിൽ തന്നെ ഈ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാങ്കറിൽ നിന്ന് വെള്ളം, അതായത് റോഡ് ലെവലിൻ്റെ താഴെയുള്ള ടാങ്കറിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാനാണ് ഇതേപോലുള്ള പോർഷൻസ്. അത് മാറ്റിയിട്ട് അവർ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ കണ്ട പോലെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം കളക്ട് ചെയ്തുകൊണ്ട്.
കേട്ടോ.